നമസ്കാരം. എവിടെ രാഹുൽ ഗാന്ധി? വയനാട് മണ്ഡലത്തിൽ ഇന്ന് കൊട്ടിക്കലാശം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ്? ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളല്ല കേട്ടോ, BJPയും അല്ല കേട്ടോ. അവിടെ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ അണികൾ മാത്രം തന്നെയാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെയാണ്, മുസ്ലിം ലീഗിൻ്റെ അണികൾ തന്നെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയ കോൺഗ്രസിൻ്റെ യുവാക്കളും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും അണികളുമൊക്കെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ ചുരത്തിൽ നിന്ന് അങ്ങ് ഡൽഹിയിലേക്ക് കയറ്റി അയക്കപ്പെട്ട ആൾ തന്നെയാണ് ഈ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്നത്. ആ 2019 കയറ്റി അയക്കപ്പെട്ട രാഹുൽ ഗാന്ധി പിന്നെ കാണുന്നത് 9 തവണ മാത്രമാണ് ഈ വയനാട്ടിൽ. 9 തവണ. ഒരു MP വരാൻ പറ്റിയ സമയം ആകെ 9 തവണ മാത്രം. ഇപ്പോൾ ഇതാ 2024 അദ്ദേഹം ഇവിടെ കാലുകുത്തിയിരിക്കുന്നത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. അതിനുശേഷം 3 ദിവസത്തെ വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളും പൊതുയോഗങ്ങളും ഒക്കെ നടത്തി ജനഹൃദയങ്ങൾ ഇടം പിടിക്കുവാനുള്ള തത്രപ്പാടിലായിരുന്നു ഈ മഹാമനസ്കൻ. വയനാടിനോട് പക്ഷേ ഒരല്പം പോലും മഹാമനസ്കത കാണിച്ചില്ലല്ലോ രാഹുൽ ഗാന്ധി എന്ന് അവിടുത്തെ നേതാക്കളും ജനങ്ങളും തന്നെ ചോദിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ അവസാന ദിവസം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ അവസാന ദിവസം പോലും വയനാടിൻ്റെ മണ്ണിൽ രാഹുൽ ഗാന്ധിയെ കാണാനില്ല എങ്കിൽ അതിനർത്ഥം രാഹുൽ ഗാന്ധി മടങ്ങിയിരിക്കുന്നു, ചുരമിറങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? നമുക്കറിയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്ത് മോദിയും BJPയും ഇങ്ങനെ അവരുടെ തേരോട്ടം നടത്തുമ്പോൾ, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഭാരതം ഭരിക്കുമ്പോൾ, ഈ 2024 തിരഞ്ഞെടുപ്പിലും അവർ തന്നെ ജയിച്ച് അധികാരത്തിലേക്ക് എത്തുമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുമ്പോൾ രൂപീകരിക്കപ്പെട്ട ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPMഉം CPIയും കോൺഗ്രസും അടക്കമുള്ള 28 പ്രാദേശിക പാർട്ടികൾ അടക്കം കൂടിച്ചേർന്നിട്ടുള്ള ആ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കപ്പെടുന്നത് തന്നെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ അങ്ങ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയിൽ ഈ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും ഒക്കെ പരസ്പരം ആലിംഗനം ചെയ്ത് ഹസ്തദാനം ചെയ്ത് കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട് കേരളം. പക്ഷേ ഇങ്ങിവിടെ കേരളത്തിൽ പരസ്പരം ചെളിവാരി എറിയുകയും തമ്മിൽ തല്ലുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആക്രമണോത്സുകരായി മാറുന്ന ഇടതന്മാരെയും കോൺഗ്രസിനെയും കാണേണ്ടി വരുന്ന ഗതികേടിലുമാണ് പ്രബുദ്ധ മലയാളികൾ എന്നുള്ളതാണ്. പക്ഷേ എവിടെയാണ് ഈ തെറ്റ് സംഭവിക്കുന്നത്? പിണറായി വിജയനെ ജയിലിലടയ്ക്കാത്തത് എന്നും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അത്തരത്തിൽ സമീപനം സ്വീകരിക്കാത്തതുമെന്ന് ഉറക്ക ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളരെ കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കാല് പിടിക്കുവാൻ ഒരാൾ അങ്ങ് ഡൽഹിയിൽ സോണിയ മാഡത്തിൻ്റെ മുന്നിലെത്തിയിരുന്നു. അത് മറ്റാരുമല്ല, സീതാറാം യെച്ചൂരി എന്ന് പറയപ്പെടുന്ന CPMൻ്റെ നേതാവ്, ജനറൽ സെക്രട്ടറി. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം സോണിയാഗാന്ധി നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ആകെയുള്ളത് കേരളത്തിൽ മാത്രമാണ്. ആ കേരളത്തിൽ നിന്നുകൂടി നിങ്ങളുടെ മകനടക്കമുള്ളവർ ഇങ്ങനെ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ തടങ്കലിൽ വയ്ക്കാത്തത്, ജയിലിലടയ്ക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ അപമാനിക്കുന്നത് എന്തിനാണ് എന്ന് സോണിയാഗാന്ധിയോട് നേരിട്ട് ചോദിക്കുകയാണ് സീതാറാം യെച്ചൂരി എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സീതാറാം യെച്ചൂരി പറയുകയാണ്, രാഹുൽ ഗാന്ധിയെ തിരിച്ചു വിളിക്കുക, രാഹുൽ ഗാന്ധിയോട് പറയുക, ഞങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടങ്ങളായിട്ടുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണമെന്ന് കാലുപിടിച്ച് കേണപേക്ഷിക്കുമ്പോൾ സോണിയാഗാന്ധി മകനോട് പറയുന്നു, നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരല്പം മയപ്പെടുത്തുക എന്ന്. പിണറായി വിജയനെതിരെ പറയുന്ന വാക്കുകളിൽ ഒരല്പം മയപ്പെടുത്തൽ ഉണ്ടാക്കുക എന്ന്. തൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം സീതാറാം യെച്ചൂരിക്കോ തൻ്റെ അമ്മയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്നിട്ടുള്ള സോണിയാഗാന്ധിക്കോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സില്ലാ മനസ്സോടുകൂടിയോ അല്ലെങ്കിൽ പിണങ്ങിയിറങ്ങിയോ വയനാടിൻ്റെ ചുരമിറങ്ങുകയാണ് ഈ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി തിരികെ ജാർഖണ്ഡിൽ കഴിഞ്ഞ ദിവസം നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. വയനാട്ടിൽ എന്തുകൊണ്ടാണ് 24 നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാത്തത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോഴൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മടങ്ങുകയായിരുന്നു. തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് താൻ ഇനി ഈ പറയുന്ന പരിപാടികളൊന്നും പങ്കെടുക്കുന്നില്ല. എന്നാൽ സീതാറാം യെച്ചൂരി സോണിയാഗാന്ധിയെ കണ്ട് പിണറായി വിജയനെതിരെ ഇനി പറയാതിരിക്കണമെന്ന് കരഞ്ഞ് കാലുപിടിച്ച് അപേക്ഷിച്ചപ്പോൾ സോണിയാഗാന്ധിയുടെ മനസ്സലിയുകയും രാഹുലിനോട് പറയുകയും ചെയ്തത് ഇനി അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മയപ്പെടുത്തലുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും മടങ്ങുകയായിരുന്നു. ജാർഖണ്ഡിൽ നിന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ, പ്രതിഷേധ സമ്മേളനത്തിൽ, പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ പോലും പങ്കെടുക്കാതെ ഡൽഹിയിലെ ഏതോ ഒരു വീട്ടിൽ അദ്ദേഹം അഭയം പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന പോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുകൊണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം മടങ്ങുന്നില്ല എന്നാണ്. കഷ്ടമാണ് ഇങ്ങനെയുള്ള ഒരു നേതാവിനെ വയനാട്ടുകാർ തിരഞ്ഞെടുക്കുന്നതിൽ.
കാരണം ഇങ്ങനെയുള്ള നേതാവ് എന്തിനാണ്, ഇങ്ങനെയുള്ളൊരാൾ എന്തിനാണ് വയനാടിൻ്റെ മണ്ണിലേക്ക് എത്തപ്പെടുന്നത്? ആരെ രക്ഷിക്കുവാനാണ് ഇപ്പോഴുള്ള ഈ ശ്രമങ്ങൾ നടക്കുന്നത്? ഇവിടെ പിണറായി വിജയന് വേണ്ടിയിട്ടാണോ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത്? രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? BJPയും CPMും തമ്മിൽ അന്തർധാര സജീവമായതുകൊണ്ടാണോ എന്ന്. അങ്ങനെ അന്തർധാര സജീവമായതുകൊണ്ടാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പകരം ഉത്തരം പറഞ്ഞത് സീതാറാം യെച്ചൂരിയാണ്. ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഇവിടെ കേരളത്തിൽ നിന്നുള്ള പണം എത്തേണ്ട സ്ഥിതിവിശേഷമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരക്ഷരം പിണറായി വിജയനെതിരെ പറയാൻ കഴിയാതെ മുട്ടുമടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് സീതാറാം യെച്ചൂരി എന്ന ദേശീയ ജനറൽ സെക്രട്ടറി എത്തപ്പെട്ടത്. അതിൻ്റെ ഗതികേട് കൊണ്ട് തന്നെയാണ് അദ്ദേഹം സോണിയാഗാന്ധിയുടെ അടുത്ത് പോവുകയും അവരുടെ കാല് പിടിച്ച് കരഞ്ഞ് കയണപേക്ഷിക്കുകയും ചെയ്തത്. തങ്ങളുടെ മകനെ ഇനി ഒരിക്കലും കേരളത്തിലേക്ക് അയക്കരുത് എന്നും പിണറായി വിജയനെതിരെ സംസാരിക്കരുത് എന്നും പറയുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ പിണങ്ങി ചുരമിറങ്ങിയ രാഹുൽ ഗാന്ധി നേരെ പോയത് ഡൽഹിയിലേക്ക് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പരിപാടികളിലും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നു. ഇന്നതാ ഇവിടെ പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. വയനാട്ടിൽ കലാശക്കൊട്ടിന് തിരികൊളുത്തുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാൻ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി. അതായത് രാഹുൽ ഗാന്ധിക്ക് അസുഖമാണ് എന്നും രാഹുൽ ഗാന്ധി വിശ്രമ ജീവിതം നയിക്കുകയാണ് എന്നും അല്ലെങ്കിൽ വിശ്രമത്തിലാണ്, രോഗമാണ് എന്നുള്ളത് കൊണ്ട് മടങ്ങി വരുന്നില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ വാദം. എന്നാൽ നമുക്കറിയാൻ കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണ മധ്യേ നടന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വരാതിരിക്കുന്നത് എന്നതാണ്. അങ്ങനെ പിണങ്ങി മാറിയിരിക്കാൻ പറ്റുന്ന ഒരിടമാണോ വയനാട് എന്ന് ചിന്തിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അമ്മയും മകനുമൊക്കെ പുറത്ത്, ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വയനാട്ടുകാർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ് താങ്കളെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ജനങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എങ്കിൽ വയനാടിൻ്റെ പുത്രന്മാർ തന്നെ വയനാട്ടിൽ ഭരിക്കട്ടെ എന്ന ലത്തീൻ അതിരൂപതയുടെ അല്ലെങ്കിൽ ആ ബിഷപ്പിൻ്റെ ചോദ്യവും ബിഷപ്പ് പറഞ്ഞ വാക്യവും യാഥാർത്ഥ്യമാകട്ടെ എന്ന് പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ഇതിനപ്പുറം വേറൊരു അവസരം അവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് എന്ന് BJP അവകാശവാദം ഉന്നയിക്കുമ്പോഴും അതുപോലെ തന്നെ കത്തോലിക്ക സഭ അവർക്ക് ഇതുപോലെ പരിപൂർണമായിട്ടുള്ള പിന്തുണ, നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും രാഹുൽ ഗാന്ധി ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ കോൺഗ്രസ്സുകാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ വിജയിക്കുമെന്ന്. പക്ഷേ ആ വിജയ സാധ്യതകളെയാണ് കഴിഞ്ഞ ദിവസം മുതൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ അവിടെ തള്ളിക്കളയപ്പെടുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി മറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? പിണങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ 24-ാം തീയതി നടക്കുന്ന കൊട്ടിക്കലാശത്തിന് പോലും എത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് നേതാവാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് വയനാട്ടുകാർ ചിന്തിക്കട്ടെ, വയനാട്ടുകാർ ആലോചിക്കട്ടെ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത്ര ഗതികെട്ട ഒരു പാർട്ടിയിലേക്ക് തരം താണു പോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഈ പാർട്ടി പോയതിൽ ചിലപ്പോൾ അതിനകത്ത് ഇന്നും ഈ കോൺഗ്രസ് ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന അണികൾക്ക് വല്ലാതെ വേദനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.